friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ബ്രെഡും മുട്ടയും ചേർത്തിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡും 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. അത് ഞാൻ പിന്നെ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഒരു 2-3 മിനിറ്റ്. ഞാൻ ഇതിനകത്തോട്ട് ഇത് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് വാടി വന്നാൽ മതി. അപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. പിന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാരണം പച്ചമുളകൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് എരിവ് ചേർക്കാം. ഇനി അതിനകത്തോട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ ഇട്ടിട്ട് പുഴുങ്ങി വെച്ചതാണിത്. 5 വിസിൽ അടുപ്പിച്ചിട്ട്. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ചിടാം. ഇപ്പൊ ഞാൻ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം കൂടെ. ഇപ്പം നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മുട്ടയും ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കി, ഉപ്പുണ്ട്. ഞാൻ ഇതിടെ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഇതൊന്ന് തണുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ബ്രെഡൊക്കെ സൈഡ് മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും രണ്ടും മിക്സിയിലിട്ട് അടിക്കണം. ഇത് ബ്രെഡ് ക്രാംസും വേണം, ഇതും വേണം. ഇതാദ്യം ഞാൻ മിക്സിയിലിട്ട് അടിക്കുവാണ് ഈ 4 ബ്രെഡ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിക്സിയിലിട്ടൊന്ന്
പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ബ്രെഡും അതിൻ്റെ ബ്രെഡ് ക്രാംസും കൂടെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടത് കോൺഫ്ലോറിൻ്റെയോ അല്ലെങ്കിൽ മൈദമാവിൻ്റെയോ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ ഒരു മിശ്രിതം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ടാലും മതി. ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലോറിൻ്റെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 3 സ്പൂൺ കോൺഫ്ലോറാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ ഒരു മിശ്രിതം ഉണ്ടാക്കണം. ഈ കൺസിസ്റ്റൻസി മതിയാവും, ഒരുപാട് തിക്കാവണ്ട. അപ്പം നമുക്കിത് മാറ്റി വെക്കാം അങ്ങോട്ട്. ഞാനിവിടെ മുട്ടയും പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്തത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രാംസ് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് കൈകൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കുഴച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഉണ്ടയാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്താം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് പരത്തുന്നത് മാത്രം. എന്നിട്ട് നമുക്കിത് ഈ കോൺഫ്ലോറിലേക്ക് ഇതൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് ക്രാംസിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് 2 സൈഡും നന്നായിട്ട് മിക്സ് ആയിട്ടാകുമ്പം നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എല്ലാം തന്നെ അതേ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഇട്ട് കൊടുക്കുവാണ്. നമുക്കിത് 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ എണ്ണയിൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? വേണേൽ നമുക്ക് കുറച്ചുകൂടി ഫ്രൈ ചെയ്യാം. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആണ്, കുറച്ചുകൂടി ബ്ലാക്ക് കളർ ആവും. പക്ഷേ ഇത് ഓൾറെഡി നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങുവാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല കട്ട്ലറ്റൊക്കെ കഴിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. സോ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.